ഇന്ന് കാലത്ത് കണ്ട ഒരു വാർത്ത, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീഴുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു ബൈറ്റ് കണ്ടു. അത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ്, അവിടെ ആരുമില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു മന്ത്രി പറയുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമോ? ആൾക്കാരെന്താണ് കരുതുക? അവിടെ ആരുമില്ല, മന്ത്രിയാണല്ലോ പറഞ്ഞത്, അപ്പോൾ സത്യമായിരിക്കും എന്ന് വിചാരിച്ച് കെട്ടിടം പൊളിഞ്ഞു കിടക്കുകയല്ലേ, ഇവിടെ കിടന്നോട്ടെ, സാവധാനത്തിൽ അത് മാറ്റാമെന്ന് കരുതും. എന്നാൽ ചാണ്ടി ഉമ്മനും അതുപോലെയുള്ള MLA-മാരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞത് അതിനുള്ളിൽ ഒരാളുണ്ട്, നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തൂ എന്നാണ്. ഏകദേശം 2-2.5 മണിക്കൂറോളം ഡിലേ വന്നു രക്ഷാപ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് സംഭവിച്ചതെന്താണ്? ഒരു സ്ത്രീ മരണപ്പെട്ടു. ഒരു മന്ത്രി, ആരോഗ്യമന്ത്രി, മെഡിക്കൽ കോളേജിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ആരോഗ്യമന്ത്രി പറയുകയാണ് അവിടെ ആരുമില്ല എന്ന്. അത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമാണെന്ന്. എവിടെ നിന്ന് കിട്ടിയ ഒരു തെറ്റായ വിവരമാണത്? അത് ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടമാണെങ്കിൽ എങ്ങനെ അവിടെ വാട്ടർ സപ്ലൈ വന്നു? എങ്ങനെ കുളിക്കാനായിട്ട് സ്ത്രീകൾ അവിടെ പോയി? എങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് സ്ത്രീകൾ അവിടെ പോയി? വീണ ജോർജിന് ഇപ്പോൾ നല്ല സമയമാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് ഇഷ്യൂ, ആദ്യം തിരുവനന്തപുരത്തെ ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, പിന്നീട് മുഖ്യമന്ത്രി അതിനെ എതിർത്തപ്പോൾ വീണ ജോർജും അതിനെ എതിർത്ത് പറയുന്നു. ഇവിടെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. വീണ ജോർജ് രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ആരോഗ്യവകുപ്പ് അട്ടർ ഫ്ലോപ്പാണ് വീണ ജോർജ് എന്ന ഒരു മിനിസ്റ്റർ. വീണ ജോർജ് എന്ന മിനിസ്റ്റർ കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഇപ്പോൾ രാജിവെച്ചിറങ്ങണം. അത്രയും അട്ടർ ഫ്ലോപ്പായ ഒരു മന്ത്രിയാണ് ശ്രീ വീണ ജോർജ്. ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വരെ പറ്റാത്ത എന്ത് ആരോഗ്യവകുപ്പാണ്? കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിച്ചിരുന്നെങ്കിൽ, ഒരു 2 മണിക്കൂർ മുമ്പ് ആ സ്ത്രീയെ രക്ഷിച്ചിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? ചാണ്ടി ഉമ്മൻ തുടക്കത്തിലേ പറയുന്നുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തൂ എന്ന്. വളരെ മോശമായി വീണ ജോർജ്, വളരെ മോശമായി.